بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. فمن لم يجد فصيام شهرين متتابعين من قبل أن يتماسا فمن لم يستطع فإطعام 60 مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود الله വലിൽകാഫിരീന അദാബുൻ അലീം. വചനം 4. ഫമല്ലം യജിദ്, എനി എന്നാൽ ആർക്ക് എത്തപ്പെട്ടില്ല, കിട്ടിയില്ലയോ. ഫസ്വിയാമു എന്നാൽ നോമ്പുകൾ പിടിക്കുക. ഷഹ്റൈനി 2 മാസത്തെ. മുതതാബിഐനി തുടർച്ചയായ 2. മിൻ ഖബ്ലി അൻ യതമാസ്സ രണ്ടുപേരും അന്യോന്യം സ്പർശിക്കും മുമ്പ്. ഫമൻ ലം യസ്തതി ഇനി ആർക്ക് സാധിച്ചില്ലയോ. ഫഇത്ആമു എന്നാൽ ഭക്ഷണം കൊടുക്കലാണ്. 60 60 മിസ്കീന സാധുവിന്. ദാലിക അത്. ലിതുഅ്മിനു നിങ്ങൾ വിശ്വസിക്കുവാൻ വേണ്ടിയാണ്. ബില്ലാഹി അല്ലാഹുവിൽ. വറസൂലിഹി അവന്റെ റസൂലിലും. വതിൽക അവയാകട്ടെ. ഹുദൂദുല്ലാഹി അല്ലാഹുവിന്റെ അതിരുകളാണ് അഥവാ നിയമാതിർത്തികളാണ്. വലിൽ കാഫിരീന അവിശ്വാസികൾക്കുണ്ട്. അദാബുൻ അലീം വേദനയേറിയ ശിക്ഷ. ഇനി ആർക്കെങ്കിലും അത് എത്തപ്പെടാത്ത സാധ്യമാവാത്ത പക്ഷം അവർ അന്യോന്യം സ്പർശിക്കുന്നതിന് മുമ്പായി തുടർച്ചയായി 2 മാസത്തെ നോമ്പ് പിടിക്കുക. ഇനി ആർക്കെങ്കിലും അതിനും സാധിക്കാതെ വരുന്ന പക്ഷം 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകുക. അതു അല്ലാഹുവിലും അവന്റെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുവാൻ വേണ്ടിയത്രേ. അവയൊക്കെ അല്ലാഹുവിന്റെ നിയമപരമായ അതിർത്തികളാകുന്നു. അവിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. ഇന്നല്ലദീന യുഹാദ്ദൂന അല്ലാഹ വറസൂലഹു കുബിതു കമാ കുബിതല്ലദീന മിൻ ഖബ്ലിഹിം വഖദ് അൻസൽനാ ആയാതിൻ ബയ്യിനാതിൻ വലിൽകാഫിരീന അദാബുൻ മുഹീൻ. വചനം 5. ഇന്നല്ലദീന നിശ്ചയമായും യാതൊരുവർ. യുഹാദ്ദൂന അതിർത്തി ലംഘിച്ചു കടക്കുന്ന, കിടമത്സരം നടത്തുന്ന, കക്ഷിത്വം കാണിക്കുന്ന, എതിർക്കുന്ന. അല്ലാഹ വറസൂലഹു അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും. കുബിതു അവർ വഷളാക്കപ്പെടും, നിന്ദിക്കപ്പെടും, അപമാനിക്കപ്പെടും. കമാ കുബിതല്ലദീന യാതൊരു കൂട്ടർ വഷളാക്കപ്പെട്ടതുപോലെ. മിൻ ഖബ്ലിഹിം അവരുടെ മുമ്പുള്ള. വഖദ് അൻസൽന നാം അവതരിപ്പിച്ചിട്ടുമുണ്ട്, ഇറക്കുകയും ചെയ്തിരിക്കുന്നു. ആയാത്തിൻ പല ലക്ഷ്യങ്ങളെ. ബയ്യിനാത്തിൻ സുവ്യക്തങ്ങളായ, തെളിവുകളായ. വലിൽ കാഫിരീന അവിശ്വാസികൾക്കുണ്ട് താനും. അദാബുൻ ശിക്ഷ. മുഹീൻ നിന്ദിക്കുന്ന, നിന്ദ്യമായ. നിശ്ചയമായും അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും കിടമത്സരം നടത്തുന്നവർ അവരുടെ മുമ്പുള്ളവർ വഷളാക്കപ്പെട്ടതുപോലെ വഷളാക്കപ്പെടുന്നതാണ്. സുവ്യക്തമായ പല ലക്ഷ്യങ്ങളും നാം അവതരിപ്പിച്ചിട്ടുണ്ട് താനും. അവിശ്വാസികൾക്കും നിന്ദ്യമായ ശിക്ഷയുമുണ്ട്.
يوم يبعثهم الله جميعا فينبئهم بما عملوا أحصاه الله ونسوه والله على كل شيء شهيد. വചനം 6. യൗമ യബ്അസുഹും, അവരെ എഴുന്നേൽപ്പിക്കുന്ന ദിവസം, പുനർജീവിപ്പിക്കുന്ന ദിവസം. അല്ലാഹു, അല്ലാഹു. ജമീഅൻ, മുഴുവനും, എല്ലാവരുമായി. ഫയുനബ്ബിഉഹും, അപ്പോൾ അവൻ അവരെ വിവരമറിയിക്കും, ബോധപ്പെടുത്തും. ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതിനെപ്പറ്റി. അഹ്സാഹുല്ലാഹു, അല്ലാഹു അതിനെ ക്ലിപ്തപ്പെടുത്തി, കണക്കാക്കിയിരിക്കുന്നു. വനസൂഹു, അവരതിനെ മറക്കുകയും ചെയ്തിരിക്കുന്നു. വല്ലാഹു, അല്ലാഹു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിന്റെ മേലും കാര്യത്തിനും, ഷഹീദുൻ, ദൃസാക്ഷിയാണ്, ഹാജറുള്ളവനാണ്. അവരെ മുഴുവനും അള്ളാഹു എഴുന്നേൽപ്പിക്കുന്ന ദിവസം, അപ്പോൾ തങ്ങൾ പ്രവർത്തിച്ചതിനെപ്പറ്റി അവർക്ക് അവൻ വിവരമറിയിച്ചു കൊടുക്കുന്നതാണ്. അള്ളാഹു അത് കണക്കാക്കി ക്ലിപ്തപ്പെടുത്തി വച്ചിരിക്കുന്നു. അവരത് മറന്നു കളയുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു എല്ലാ കാര്യത്തിന്റെ മേലും സാക്ഷിയാകുന്നു. 2 മുതൽ 4 വരെ വചനങ്ങളുടെ വിശദീകരണം. ആയത്തുകളുടെ സാരം. ളിഹാർ അഥവാ നീ എൻ്റെ മാതാവിനെ പോലെയാണ് എന്ന് പറയുമ്പോഴൊക്കെ ഭാര്യമാർ മാതാക്കളാകുന്നില്ല. ആ വാക്ക് കേവലം പൊള്ളയും ദുരാചാരവുമായ ഒരു തെറ്റുവാക്കാകുന്നു. മുൻകാലത്ത് അങ്ങനെ ചെയ്തു പോയതിനെക്കുറിച്ച് അള്ളാഹു പുറത്തേക്കും. ളിഹാർ ചെയ്ത ശേഷം അതിൽ നിന്ന് വല്ലവരും മടങ്ങാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഭാര്യയുമായി സ്പർശനം ഉണ്ടാക്കുന്നതിനു മുമ്പ് തന്നെ കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷമേ അവളുമായി സ്പർശനം പാടുള്ളൂ. പ്രായശ്ചിത്തം ഇതാണ്: ഒരു അടിമയെ മോചിപ്പിക്കുക. അതു കിട്ടാത്തവർ 2 മാസം തുടർച്ചയായി നോമ്പ് പിടിക്കുക. അതിനും കഴിയാത്ത പക്ഷം 60 സാധുക്കൾക്ക് ഭക്ഷണം നൽകുക. ഈ വചനങ്ങളുടെ വിശദ വ്യാഖ്യാനങ്ങളും ളിഹാറിനെ സംബന്ധിച്ച വിശദ വിവരങ്ങളും പല ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലും ഫിഖ് ഗ്രന്ഥങ്ങളിലും കാണാം. മുൻകാലത്ത് അറബികളിൽ നടപ്പുണ്ടായിരുന്ന ആ സമ്പ്രദായം ഇന്ന് നിലവിലില്ലാത്തതുകൊണ്ട് ഇവിടെ കൂടുതൽ വിവരിക്കേണ്ടുന്ന ആവശ്യം കാണുന്നില്ല. ഏതായാലും ളിഹാർ ചെയ്യൽ തെറ്റായ കാര്യമാണെന്നും അതു ചെയ്താൽ പിന്നീട് ഭാര്യയിലേക്ക് മടങ്ങുവാൻ ഉദ്ദേശിക്കുന്ന പക്ഷം മേൽപ്പറഞ്ഞ പ്രായശ്ചിത്തം ചെയ്യൽ കർശനമായ നിർബന്ധമാണെന്നുമാണ് ഇസ്ലാമിന്റെ വിധി. അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നവർ ഈ നിയമത്തെ ലംഘിക്കുവാൻ പാടില്ലെന്നും അത് വമ്പിച്ച തെറ്റാണെന്നും ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാം. 5-6 വചനങ്ങളുടെ വിശദീകരണം. അള്ളാഹുവും അവന്റെ റസൂലും നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള നിയമാതിർത്തികളെ അതിലംഘിച്ചുകൊണ്ട് കിടമത്സരം നടത്തുന്നവരെ അള്ളാഹു കഠിനമായി താക്കീതു ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിച്ച് പകരം മറ്റു നിയമങ്ങൾ ഉണ്ടാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന നേതാക്കളും പരിഷ്കരണവാദികളും ഈ താക്കീത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കട്ടെ.